2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു പുതുവർഷം നമുക്കൊരു തീരുമാനമെടുത്ത് തന്നെ തുടങ്ങിയാലോ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസൊക്കെ കാണാറുണ്ട്, ചെറുപ്പക്കാരുടെ അല്ലേ? എന്നാൽ 50 കഴിഞ്ഞ ആളുകളുടെ മാറ്റം നമ്മൾ അധികം കാണാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ. ഈ 2026 മുതൽ പഴയ ആളായിരിക്കരുത്, പുതിയൊരാളായിട്ട് മാറാം. അതിന് എങ്ങനെയാണ് ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ 50+ നിൽക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടതും സ്വയം ബോധ്യപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് പറ്റില്ല, എൻ്റെ സമയം കഴിഞ്ഞു പോയി എന്നുള്ള ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എനിക്കും തീർച്ചയായിട്ടും മാറാൻ സാധിക്കും, എനിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും ആത്മവിശ്വാസവുമാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരവും മനസ്സും ഒപ്പം നമ്മുടെ ജീവിതവും മാറിത്തുടങ്ങുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പലരുടെയും ചിന്താഗതി. ശ്രദ്ധ നിൽക്കുമ്പോഴാണ് മാറ്റം നിൽക്കുന്നത്, അല്ലാതെ പ്രായം കൊണ്ടല്ല. അപ്പോൾ 50+ നിൽക്കുന്ന ഒരാൾ, മാറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് സ്കിൻ കെയർ ആണ്. 50 കഴിഞ്ഞാൽ സ്കിൻ കെയർ എന്നത് ഒരു ലക്ഷറി അല്ല, അതൊരു ബേസിക് നെസസിറ്റിയാണ്. വെറുതെ മുഖം കഴുകി വിട്ടുപോകുന്നത് ഇനി ചെയ്യരുത്. രാവിലെയും രാത്രിയും നിർബന്ധമായിട്ടും ഒരു ജെന്റിൽ ക്ലെൻസിങ് ചെയ്തിരിക്കണം. അതിനായി ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകരുത്. ഇപ്പോഴും സോപ്പ് ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ 20കളിലും 30കളിലും ഒക്കെ സോപ്പ് ഉപയോഗിച്ചിരുന്നത് പോലെയല്ല നിങ്ങൾ 50+ ആകുമ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നത്. അന്നൊക്കെ നിങ്ങളുടെ മുഖം കുറച്ചുകൂടെ യങ്ങായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കൂടുതൽ ഡ്രൈ ആക്കുന്നതിന് അത് കാരണമാകും. നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡാമേജ് ആകുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. സിമ്പിളിൻ്റെയൊക്കെ ഫേസ് വാഷ് വളരെയധികം നല്ലതാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഈർപ്പത്തോട് നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം അതിന് പുറത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു സൺസ്ക്രീനാണ്. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡേ ടൈമിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് 50+ ആളുകളുടെ ഒരു സ്കിൻ കെയർ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അത് ഡേ ടൈമിലും അതേപോലെ നൈറ്റ് ടൈമിലും എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ കെയറിനെ കുറിച്ച് ഒരു കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡേ ടൈമിലെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മളൊരു ഫേസ് വാഷ് ചെയ്യുന്നു, അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അതിന് പുറത്താണ് നമ്മളൊരു ചെറിയ രീതിയിലുള്ളൊരു മേക്കപ്പ് ചെയ്യുന്നത്. ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുട്ടിയടിച്ചതുപോലെ ഇരിക്കുക എന്നുള്ളതൊന്നുമല്ല. വളരെ മിനിമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ മുഖം ഇരിക്കുന്നതായിരിക്കും. 50+ ആയില്ലേ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി പേടിച്ച് നിങ്ങളത് മാറ്റിവെക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ബേസിക്കായിട്ട് ചെയ്യേണ്ടതാണ് സ്കിൻ കെയർ. സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരു ചെറിയ കവറേജ് കിട്ടാനായിട്ടും കുറച്ച് ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും നമ്മുടെ പാടുകളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്കൊരു BB ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഈ 50+ നിൽക്കുന്ന പല ആളുകൾക്കും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാത്ത വിധത്തിലുള്ള മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു BB ക്രീമാണ് ഇത്. ഡെർമാക്കോയുടെ 2% നയാസിനിമേഡ് ഹൈഡ്രേറ്റിംഗ് BB ക്രീമാണ്.
ഇത് വളരെ നല്ലൊരു BB ക്രീമാണ്. ഇത് ഒരു വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതിയാകും. നിങ്ങളുടെ മുഖത്ത് ഈ ഒരു സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊന്നും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണ് എന്ന് തോന്നിയ പ്രോഡക്റ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, മേക്കപ്പ് അധികം ഉണ്ട് എന്ന് അറിയാത്ത വിധത്തിൽ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു BB ക്രീം വാങ്ങാവുന്നതാണ്. ഇതൊരു 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൻ ടോൺ ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ഇത് വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതിയാവും. ഒരുപാട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ കുറച്ചെടുത്തതിന് ശേഷം ഫേസിലും അതേപോലെ തന്നെ നെക്കിലും ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും മുഖത്ത് ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നുകയില്ല. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു BB ക്രീമാണിത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു BB ക്രീം പോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ക്രീമാണ് ഒലയുടെ ഈ ഒരു ഡേ ക്രീം. ഒരു BB ക്രീം പോലെ തന്നെ കുറച്ചൊക്കെ കവറേജ് തരുന്ന, എന്നാൽ ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നിക്കാത്ത വിധത്തിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ക്രീമാണിത്. ഇതിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും അധികം ഒരുപാട് എമൗണ്ട് എടുക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ചെടുത്താൽ മതിയാകും. അത് നിങ്ങളുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐബ്രോസ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പലരും പ്രത്യേകിച്ച് കാണാറുണ്ട് ഒരു 50+ ശേഷം ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ വളരെയധികം മടിയുള്ള ആളുകളാണ്. അതിങ്ങനെ വളർന്ന് വല്ലാണ്ട് കാട് പോലെ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ മുഖത്തിന് ഒരു ഡെഫിനിഷൻ നൽകുന്ന ഒന്നാണ് നമ്മുടെ ഐബ്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പാർലറിലൊന്നും പോയി എടുക്കണമെന്നില്ല. വീട്ടിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഒരു ഭംഗിയുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം വല്ലാണ്ട് ഇരിക്കുന്നതായിരിക്കും. എന്ത് ചെയ്താലും മുഖം കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യും. ഐബ്രോസ് ഷേപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ പാർലറിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റേസറാണ്. ഇതിന് ഒരു 80 രൂപയെ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് വെക്കുക. ഐബ്രോസ് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്കൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. ഇതിനൊരു 40-50 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങരുത്. ഈ ഒരു നടുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വേണം ഫില്ല് ചെയ്യാനായിട്ട്. രണ്ട് ഐബ്രോസും അതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ഫില്ല് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് വരുന്നതായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ഐബ്രോസും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു കാജലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐലൈനറോ യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ മതിയാകും. ചെറുതായിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐലൈനർ ഉപയോഗിച്ച് കണ്ണിന് മുകൾ വശത്ത് നിങ്ങൾക്കൊന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തെളിച്ചം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല തിക്കായിട്ടൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട. വളരെ തിന്നായിട്ടുള്ളൊരു ലൈനാണേലും ഒന്ന് വരച്ചാൽ മതിയാകും. അത് നിങ്ങളുടെ മുഖത്ത് വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ കണ്ണെഴുതിയതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരു ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിപ്സ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ പേടിച്ചൊന്നും പോകണ്ട. 50+ നിൽക്കുന്ന ഒരാൾ ലിപ്സ്റ്റിക് ഇട്ടുവെന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മുഖം കുറച്ച് നല്ല ബ്രൈറ്റായിട്ട്, നിങ്ങളുടെ മുഖം കുറച്ച് സൗന്ദര്യത്തോടെ ഇരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. നമ്മൾ ലിപ്സ്റ്റിക് ഇടാത്ത ഒരു ലിപ്പും ലിപ്സ്റ്റിക് ഇട്ട ഒരു ലിപ്പും തമ്മിൽ നല്ല ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ ലിപ്സിലൊക്കെ ചെറിയ രീതിയിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ലിപ്സ്റ്റിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഒരുപാട് ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മെബിലൈൻ്റെയൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്കൊക്കെ വളരെ നല്ലതാണ്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഒരുപാട് ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. ഈ ഹെയർ നിങ്ങൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ തലമുടിയിൽ വലിച്ചു വാരി എണ്ണ തേച്ച് പിടിപ്പിക്കരുത്. പലരെയും കാണുന്ന ഒരു കാര്യമാണ്, പലരുടെയും തലമുടിയിൽ വളരെയധികം എണ്ണയുണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഫേസ് വളരെയധികം ഡള്ളാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്നതിനൊക്കെ മുൻപായിട്ട് നിങ്ങളൊന്ന് തലമുടിയൊക്കെ ഒന്ന് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്യുക. മുടിയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ മുഖവും കാണാനൊരു ഭംഗിയുണ്ടാകുക. അല്ലാതെ എണ്ണയൊക്കെ പുരണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്ലാറ്റായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും, അത് കാണാനൊരു ഭംഗിയുണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡൈ ചെയ്യുകയും കൂടി ചെയ്യുക. പലർക്കും ആഗ്രഹമുണ്ട് നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് ഭംഗിയായിട്ടൊക്കെ ഒന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഭർത്താവ് എന്ത് പറയും, ഭർത്താവിന് ഇഷ്ടപ്പെടില്ല, അതേപോലെ തന്നെ മക്കൾ എന്ത് വിചാരിക്കും, പ്രായമായില്ലേ എന്നൊക്കെ വിചാരിച്ച് ഈ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല കേട്ടോ. കാരണം അതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളാണ്, നമ്മളുടെ ആഗ്രഹങ്ങളാണ്. അതിലൊന്നും ഇടപെടാൻ മറ്റൊരാൾക്കും യാതൊരുവിധ റൈറ്റ്സും ഇല്ല. അത് ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ മറ്റൊരു വ്യക്തിക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കറുപ്പിക്കണമെന്നോ, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണമെന്നോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക. അത് മറ്റാരെയും പേടിച്ചിട്ട് അത് മാറ്റിവെക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഭയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോകാതെ ഇരിക്കുക കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക. നിങ്ങൾ എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നത്, അവിടെ നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതവുമാണ് നമുക്ക് നഷ്ടമാകുന്നത്. നമുക്ക് ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുക, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അനിയന്ത്രിതമായി കടക്കുക, ഇതൊക്കെ ആരാണെങ്കിലും അതൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ജീവിതമെന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ തലമുടിയൊക്കെ ഒന്ന് നരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറുപ്പിക്കുക. എന്നിട്ട് മുടിയൊക്കെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കെട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കെട്ടിവെക്കുക, ക്ലിപ്പിട്ട് വെക്കുക. അല്ലെങ്കിൽ അഴിച്ചിടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അഴിച്ചിടുക. അങ്ങനെ നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിങ്ങളുടെ മുടി സൂക്ഷിക്കുക. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയുള്ള ഹോം റെമഡീസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ സ്കിൻ കെയറും അതേപോലെ തന്നെ ഹെയർ കെയറും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണമാണ്. പ്രത്യേകിച്ച് ഒരു 50+ എത്തി നിൽക്കുന്ന ആളുകൾ പലപ്പോഴും സാരീസൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പേസ്റ്റൽ കളേഴ്സ്, ലൈറ്റ് കളേഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്നത് കാണാറുണ്ട്. കാരണം അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും, കടും നിറങ്ങളൊക്കെ ധരിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആളുകളെ പേടിച്ചിട്ട് അത് തിരഞ്ഞെടുക്കാതിരിക്കും. പ്രായമായില്ലേ, ഇനി എന്തിനാണ് കടും നിറങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ കടും നിറങ്ങൾ തന്നെ, ബ്രൈറ്റ് കളേഴ്സ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ലൈറ്റ് കളേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഫേസും വളരെയധികം ഡള്ളായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ, നല്ല അത്തരത്തിലുള്ള ബ്രൈറ്റ് കളേഴ്സിലുള്ള സാരീസ് അതേപോലെ തന്നെ ചുരിദാറും ഒക്കെ അത്തരത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു യൂത്ത്ഫുൾനെസ് തരാനായിട്ടും നിങ്ങളുടെ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സാരിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിൽ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ സാരീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. നിങ്ങൾ നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള സാരീസ് തന്നെ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ സാരീസിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബ്ലൗസ് അത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് എടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മാച്ചിങ് ബ്ലൗസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
മറിച്ച് നിങ്ങൾ ഏത് സാരിക്കും ഒരു കറുത്ത ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ബ്ലൗസ് ഇങ്ങനെ നിങ്ങൾ വേറെ ചെയ്ത് പുറത്ത് പോവരുത് കേട്ടോ. പലരെയും കാണാറുള്ള ഒരു കാര്യമാണ്, നല്ല സാരി ആയിരിക്കും അതിന് പക്ഷേ ഒട്ടും മാച്ച് ആവാത്ത ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ടാവും. ഏത് സാരിക്കും ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടാവും, ഒരു വൈറ്റ് ബ്ലൗസ് ഉണ്ടാവും. അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ഡ്രസ്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ നിങ്ങളൊന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ വരെ കണ്ട നിങ്ങളായിരിക്കില്ല ഇന്ന് മുതൽ കാണാൻ പോകുന്നത്. വളരെ വലിയ ചേഞ്ചസ് ആയിരിക്കും നിങ്ങളിൽ വരുന്നത്. വളരെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ വരാൻ അത് കാരണമാവുകയും ചെയ്യും. നമ്മളിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും, നമ്മളിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ടാകും, നമുക്ക് ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുണ്ടാകും. മറിച്ച് നമ്മൾ ആരെയൊക്കെയോ പേടിച്ച് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ അങ്ങനെ ആവരുത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു ഇത്രയും കാലം അല്ലേ? പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ഒന്ന് ജീവിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു വെക്കുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നിങ്ങളൊന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ എടുത്തു വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് പ്രായമായി പോയല്ലോ, എനിക്കിനി ഇതിനൊന്നും സമയമില്ലല്ലോ, ഞാൻ ഇനി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇനി ഇതൊന്നും ഓർത്ത് നിരാശപ്പെട്ടൊന്നും നിങ്ങൾ ഇരിക്കേണ്ട. ഇതാണ് അതിനുള്ള കറക്റ്റ് ടൈം. ഇന്നലെ വരെ നിങ്ങൾക്കത് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാകില്ല, പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയാനായിട്ട് സാധിക്കും. ഒന്നിനും സമയം വൈകിപ്പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് സ്കിൻ കെയർ ചെയ്യണം. നമ്മൾ നൈറ്റ് ടൈമിൽ ചെയ്യേണ്ട സ്കിൻ കെയർ ഉണ്ട്, ഡേ ടൈമിൽ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. അതേപോലെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം, നമ്മളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. 1.5 മണിക്കൂർ നിങ്ങളൊരു വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളെ ഒന്ന് പുതുക്കി പണിയുക, നിങ്ങൾ ഒന്ന് മാറാൻ തയ്യാറാകുക. തീർച്ചയായിട്ടും അത് മാറ്റമെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ചെറുപ്പക്കാർക്കൊക്കെ മാത്രമുള്ളതാണ് എന്നുള്ളതൊന്നുമല്ല. അത് നിങ്ങൾക്കും സാധിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ 60 ആണെങ്കിലും 70 ആണെങ്കിലും നിങ്ങൾക്കും മാറ്റം സാധ്യമാണ്. അത് നമ്മുടെ മനസ്സിനെ ആദ്യം അതിന് തയ്യാറാക്കുക. മനസ്സിനും കൂടി അത്തരത്തിൽ മാറ്റം സാധ്യമാണെന്നുള്ള തരത്തിൽ മനസ്സിനെയും ബോധ്യപ്പെടുത്തി അതിനു വേണ്ടി മനസ്സിനെയും രൂപപ്പെടുത്തുക. എങ്കിൽ ഇതെല്ലാം നമുക്ക് സാധ്യമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.